ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു മുട്ടദോശ ഉണ്ടാക്കിയാലോ? ആദ്യം പാൻ അടുപ്പത്ത് വെച്ചു. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് ഒഴിച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ യൂസ് ചെയ്യുന്നവരുമുണ്ട്, അതേ സ്ഥാനത്ത് തന്നെ നെയ്യ് യൂസ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ ഞാനിവിടെ എണ്ണയാണ് യൂസ് ചെയ്തത്. നന്നായിട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ചെയ്യാൻ, അല്ലേ ദോശ കരിഞ്ഞു പോകും. ഇതിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് മുട്ടയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുകയാണ്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന്. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ, തിരിച്ചിടാതെ. പക്ഷേ ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. നല്ല ഈസിയിലും ടേസ്റ്റിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.